നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ കരിക്കോട് തറവാട് വയോജന മന്ദിരത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കരിക്കോട് തറവാട് വയോജന മന്ദിരത്തിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൽ അൻസറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന മനുഷ്യാവകാശ ദിനാചരണം സമിതി മുഖ്യ രക്ഷാധികാരിയും ലാലാസ് കൺവെൻഷൻ സെന്റർ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എൻ വിനോദ്ലാൽ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞുകൊണ്ട് ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോക മനുഷ്യാവകാശ ദിനം എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ അനാഥാലയങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ട് ആക്കുക എന്ന ഒരു ധൃതി മനുഷ്യരിൽ, അതായത് മക്കളിൽ വന്നു ചേർത്തിരിക്കുകയാണ്. ആ ഒരു ദിനത്തിലാണ് നമ്മൾ ഇന്നിവിടെ മനുഷ്യാവകാശ ദിനം കണ്ടെത്തുന്നത്, കൊണ്ടാടുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം സുപ്രീം കോടതിയുടെ പുതിയ ഓർഡർ അനുസരിച്ച് ഒരു മാതാവിനെയോ പിതാവിനെയോ അങ്ങനെ കൊണ്ടാക്കിയാൽ ആ മോനോ ആ മോക്കോ 8ന്റെ പണിയല്ല, അതിന് വലിയ പണിയാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. സ്വത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്തള്ളാൻ പറ്റില്ല. സ്വന്തം മുതലാണെങ്കിൽ പോലും അവൻ എഴുതി കൊടുത്തില്ല എങ്കിൽ അവർക്ക് അതിനകത്ത് ഒരു അവകാശവുമില്ല. മോനോ മോളോ അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോവാൻ ബാധ്യസ്ഥരാണ്. ഒരിക്കലും അതിന്റെ അവകാശം ഞാൻ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കഴിച്ചുകൂടുവാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും കഴിയുന്നത് എന്ന് മക്കൾ ഓർത്താൽ നല്ലത് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ കൊണ്ടുവിടുന്നതിന് മക്കൾ തമ്മിൽ മത്സരിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതവർക്കറിയില്ല. അവരുടെ മക്കളും ഇതേപോലെ അവരെയും അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുമ്പോൾ മാത്രമാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ആ ഒരു അവസരം പുതുതലമുറ മനസ്സിലാക്കണമെന്നും നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ എൻ വിനോദ്ലാൽ പറഞ്ഞു. സമിതി സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ, സെക്രട്ടറി കെന്നറ്റ് ഗോമസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മാത്യു എസ് മങ്ങാട് കണ്ടച്ചിറ, ജില്ലാ സെക്രട്ടറി അലക്സാണ്ടർ സെബാസ്റ്റ്യൻ, ഷാനീർ, സംസ്ഥാന വനിതാ ജനറൽ സെക്രട്ടറി സുനിത നിസാർ, സൽമ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് നജുമ ഷാനവാസ് നന്ദി പറഞ്ഞു. ഷിബു റാവുത്തറിൻ്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും സംഘടിപ്പിച്ചു. വയോജന മന്ദിരത്തിലെ വാസികളായ പദ്മജ, രമ, തുളസി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സമിതി എക്സിക്യൂട്ടീവ് അംഗവും കവിയുമായ മാത്യൂസ് കണ്ടച്ചിറ മങ്ങാട് കവിതാലാപനം നടത്തി. വൃദ്ധരായി മാറേണ്ടവർ മനുഷ്യരെല്ലാം വൃദ്ധജനങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കുക. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളാതിരിക്കുക. സമൂഹം വൃദ്ധരെ ഒഴിവാക്കിയിരുന്നു. സ്വന്തമായുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിച്ചിരുന്നു. സഹായങ്ങൾ ഒന്നുമില്ലാതെ ഇല്ലാതാകും അവസ്ഥയിൽ സഹിക്കാനാവരുടെ മനം തേങ്ങിടുന്നു. സമിതിയുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും അവശ്യ വസ്ത്രങ്ങളും അച്ഛനമ്മമാർക്ക് സമിതിയുടെ നേതൃത്വത്തിൽ നൽകി. ചടങ്ങിൽ തറവാട് വയോജന കേന്ദ്രം സ്റ്റാഫ് അംഗങ്ങളായ അനന്തു, ഷീജ, സജിത, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.